ഹായ് ഫ്രണ്ട്സ്, ഒരു ബുൾ മാർക്കറ്റിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്നാണ് പൊതുവെ എല്ലാ സാമ്പത്തിക വിദഗ്ധരും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബുൾ മാർക്കറ്റിൽ വരുന്ന എല്ലാ IPOകളും സൂപ്പർ ഹിറ്റുകളായിരിക്കും. ഇപ്പോൾ 2023 ജനുവരി മുതൽ ഡിസംബർ 1 വരെ നടന്ന IPO ലിസ്റ്റിങ്ങിൽ 49ഓളം കമ്പനികൾ പങ്കെടുത്തിട്ടുണ്ട്. ഈ കമ്പനികളിൽ IPO വിലയേക്കാൾ ഉയർന്ന വിലയിലാണ് ഇപ്പോൾ പല ഈ കമ്പനികളും ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ IPOകളിൽ ആവേശത്തോടെ പങ്കെടുക്കുന്നത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് മാത്രമല്ല, മ്യൂച്വൽ ഫണ്ട് ഹൗസുകളും ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും വൻതോതിൽ ഈ IPOകളിൽ പങ്കെടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ 2023 ലിസ്റ്റ് ചെയ്ത കമ്പനികളിൽ സൂപ്പർ ഹിറ്റായ 10 ടോപ്പ് 10 കമ്പനികളെക്കുറിച്ചും അതേപോലെ മോശം പ്രകടനം കാഴ്ചവെച്ച 7 കമ്പനികളെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അപ്പോൾ R4Iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2023 ഇറങ്ങിയ IPO ലിസ്റ്റിങ്ങിൻ്റെ ഒരു ഡാറ്റ പരിശോധിച്ചാൽ ഈ ഡിസംബർ 1 വരെ 49 കമ്പനികളാണ് പുതുതായിട്ട് ലിസ്റ്റ് ചെയ്തത്. അപ്പോൾ ഓരോ മാസവും ഈ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ ഒരു ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ജനുവരിയിൽ 2 കമ്പനികൾ ലിസ്റ്റ് ചെയ്തിരുന്നു, ഫെബ്രുവരിയിൽ യാതൊരുവിധ IPO ഉണ്ടായിരുന്നില്ല, മാർച്ചിൽ 2 കമ്പനികൾ ഉണ്ടായിരുന്നു, ഏപ്രിൽ 2 കമ്പനി ഉണ്ടായിരുന്നു, മെയ്യിൽ 2 കമ്പനികൾ ഉണ്ടായിരുന്നു, ജൂണിലും 1 കമ്പനി ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ആദ്യത്തെ 6 മാസം ഏകദേശം 9 കമ്പനികളോളം IPOയിൽ പങ്കെടുത്തു. എന്നാൽ ജൂലൈക്ക് ശേഷമാണ് IPOയിൽ വൻ കുതിച്ചുകാട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏകദേശം 40 കമ്പനികൾ അതിന് ശേഷമുണ്ട്. ഇപ്പോൾ ജൂലൈയിൽ 6 കമ്പനികൾ, ഓഗസ്റ്റിൽ 6 കമ്പനികൾ, സെപ്റ്റംബറിൽ 11 കമ്പനികളുടെ IPOയുടെ ഒരു ചാകര തന്നെയായിരുന്നു. ഒക്ടോബറിൽ 6 കമ്പനികളുണ്ടായിരുന്നു, നവംബറിലും ഇതേപോലെ മറ്റൊരു ചാകരയായിരുന്നു, 10 IPOകൾ ഉണ്ടായിരുന്നു. ഈ ഡിസംബറിൽ 1 ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞിട്ട് ഇനിയും ഇഷ്ടംപോലെ വരാൻ പോകുന്നു ഡിസംബറിൽ. അപ്പോൾ ഡിസംബർ 14 വരെ ഉള്ള ഇതിൻ്റെയൊക്കെ ഒരു ട്രേഡ് കറണ്ട് മാർക്കറ്റ് പ്രൈസ് വെച്ചിട്ടുള്ള ഈ IPOകളിലൂടെ വന്ന ഈ സ്റ്റോക്കുകൾ എത്രമാത്രം ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഈ വർഷത്തെ ആദ്യത്തെ പകുതിയിൽ വെറും 9 IPOകളാണ് ലിസ്റ്റ് ഉണ്ടായത് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ജൂലൈ മാസം മുതലുള്ള രണ്ടാമത്തെ പകുതിയിലാണ് ബാക്കി 40 IPO വന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ നിഫ്റ്റി 19,000 ലെവൽ മറികടന്ന് 20,000 അല്ലെങ്കിൽ 21,000 അതിൻ്റെ ബുൾ റൺ തുടങ്ങിയത് ജൂലൈ മാസത്തിന് ശേഷമാണ്. അപ്പോൾ പുതിയ കമ്പനികൾ തങ്ങളുടെ ലിസ്റ്റിങ്ങിനായിട്ട് തിരഞ്ഞെടുത്തത് ഈ ജൂലൈക്ക് ശേഷമുള്ള ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു ബുൾ റണ്ണിന് വേണ്ടി ഇവർ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ സമയത്താണ് ധാരാളമായി റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിലേക്ക് ഒഴുകിയെത്തിയത്. കൂടാതെ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിലേക്ക് പണത്തിൻ്റെ അതിശക്തമായ കുത്തൊഴുക്കാണെന്നാണ് ഡാറ്റകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ പണം കൂടുതലായിട്ടും പുതുതായി ലിസ്റ്റ് ചെയ്ത കമ്പനികളിലേക്ക് പോയിട്ടുണ്ട്. അതിൽ അത്ഭുതപ്പെടാനില്ല. കാരണം ഏതൊരു സ്റ്റോക്കിൻ്റെയും അതിൻ്റെ ശൈശവ ദിശയിൽ കയറിക്കൂടാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ തുടക്കത്തിൽ ആ ഒരു ഫൗണ്ടേഷൻ വിലയിൽ കയറിക്കൂടി കഴിഞ്ഞാൽ ഭാവിയിൽ മൾട്ടി ബാഗർ റിട്ടേൺ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് IPOകൾക്ക് ഇത്രമാത്രം സ്വീകാര്യത ലഭിക്കുന്നത്. എന്നാൽ ലിസ്റ്റിങ്ങിന് ശേഷം ഭാവിയിൽ എന്താണ് ഈ സ്റ്റോക്കുകൾക്ക് സംഭവിക്കുന്നത് എന്ന് നമ്മൾ ഹിസ്റ്ററിയിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 2021 തന്നെ ധാരാളം തകർന്നടിഞ്ഞ IPOകൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് LIC, അതേപോലെ Paytm, അതേപോലെ Happiest Minds, അതേപോലെ നമ്മുടെ നൈക്ക, ഡെലിവറി, പോളിസി ബസറ തുടങ്ങി എത്രയോ IPOകൾ വലിയ പ്രതീക്ഷയോടെ വരികയും എന്നാൽ അതേപോലുള്ള ഒരു ഗ്രോത്ത് നിലനിർത്താൻ അതിന് സാധിക്കാതിരിക്കുകയും ചെയ്ത ഒട്ടേറെ ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അപ്പോൾ ഈ 2023 ലിസ്റ്റിങ്ങിന് ശേഷം ഈ ഡിസംബർ 14 വരെയുള്ള പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ടോപ്പ് 10 കമ്പനികളാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ കമ്പനികൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. 2023 ഏറ്റവും സൂപ്പർ ഹിറ്റായിട്ടുള്ള ബമ്പർ ഹിറ്റായ IPO എന്ന് പറയുന്നത് IREDA എന്ന് പറയുന്ന ഗവൺമെൻറ് ഏജൻസിയുടെ IPO ആയിരുന്നു. അതായത് ഇത് റിന്യൂവബിൾ എനർജി അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഒരു ഏജൻസിയാണ്, ഒരു മിനി രത്ന കമ്പനിയാണ്, ഗവൺമെൻറ്റിൻ്റെ കാറ്റഗറി 1 മിനി രത്ന കമ്പനിയാണിത്. ഈ കമ്പനി റിന്യൂവബിൾ പ്രൊജക്റ്റുകളും അതേപോലെ അതിൻ്റെ കൺസർവേഷൻ, അതിൻ്റെ പുതിയ പുതിയ പ്രൊജക്റ്റുകൾ, അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ്. ഇതിൻ്റെ ലിസ്റ്റിംഗ് നടന്നത് നവംബർ 29 കഴിഞ്ഞ മാസമാണ്. IPO പ്രൈസ് 32 രൂപയായിരുന്നു. ലിസ്റ്റിംഗ് ഡേയിലുണ്ടായിരുന്ന പ്രൈസ് 59 വരെ പോയിരുന്നു. 87% ഒരു ലിസ്റ്റിംഗ് വളർച്ച ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് 112 രൂപയാണ്. അതായത് മൊത്തത്തിൽ 250% ഒരു വളർച്ചയാണ് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ അത് ടാറ്റ ടെക്നോളജീസ് എന്ന് പറയുന്ന കമ്പനിയാണ്. നമുക്കറിയാം ടാറ്റയുടെ
ആ ഒരു ബ്രാൻഡ് വാല്യൂ അത് ശക്തമായിട്ട് ഈ സ്റ്റോക്കിൻ്റെ IPOക്ക് ഗുണം ചെയ്തിരുന്നു. കൂടാതെ ഇവർ ഇൻവോൾവ് ചെയ്തിട്ടുള്ള മേഖലയും മാറിയത്. അപ്പോൾ ടാറ്റ എലക്സി, KPIT ടെക്നോളജീസ്, അതുപോലെ L&T ടെക്നോളജി സർവീസ് പോലെയുള്ള ഈ എൻജിനീയറിംഗ് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഉള്ള ഡിജിറ്റൽ സൊല്യൂഷൻ, അതായത് ഇതൊരു IT സർവീസിൽ തന്നെ വേറൊരു മേഖലയാണ്. ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളിൽ വൻ PE റേഷ്യോയിലാണ് ഈ സ്റ്റോക്കുകളൊക്കെ നമുക്ക് കാണുന്നത്. അത്രമാത്രം ഒരു ഗ്രോയിങ് സെക്ടറാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാറ്റ ടെക്നോളജിയുടെ IPO വൻ ഹിറ്റായിരുന്നു. അതിൻ്റെ ലിസ്റ്റിംഗ് ഡേറ്റ് November 30 IPO പ്രൈസ് 500 രൂപയായിരുന്നു. ആ ലിസ്റ്റിംഗ് ഡേയിൽ ഉണ്ടായിരുന്ന ഗ്രോത്ത് 162%. അതായത് 1314 ഒരു പ്രൈസിലാണ് ലിസ്റ്റിംഗ് നടന്നത്. ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 1250. അതായത് മൊത്തത്തിൽ 150% ഒരു ഗ്രോത്താണ് നമുക്ക് ഈ ടാറ്റ ടെക്നോളജിയിൽ കാണാൻ പറ്റുന്നത്. ഇനി നമ്മുടെ മൂന്നാമത്തേത് നെറ്റ്വെബ് ടെക്നോളജി എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ കമ്പനി പ്രധാനമായിട്ടും സൂപ്പർ കമ്പ്യൂട്ടറുകൾ നിർമ്മിക്കുന്ന, അതിൻ്റെ ഡിസൈനിങ്ങും മാനുഫാക്ചറിങ്ങും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ കമ്പനിയാണ്. ഈ കമ്പനിയുടെ ലിസ്റ്റിംഗ് ഡേറ്റ് July 27 അതിന് 6 മാസം മുമ്പാണ് ലിസ്റ്റ് ചെയ്തത്. IPOൻ്റെ അന്നത്തെ പ്രൈസ് 500 രൂപയായിരുന്നു. ലിസ്റ്റിംഗ് ഡേയിൽ ഉണ്ടായിരുന്ന പ്രൈസ് 910 അതായത് 82% ഒരു വളർച്ച ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് നിന്ന് 1183, അതായത് 136% വളർച്ച ഈ സ്റ്റോക്കിൽ ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അടുത്ത സ്റ്റോക്ക് ഒരു ജ്വല്ലറി സ്റ്റോക്കാണ്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഈസ്റ്റേൺ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ജ്വല്ലറി സ്റ്റോക്ക് സെൻകോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ കമ്പനിയുടെ ലിസ്റ്റിംഗ് ഡേറ്റ് ഉണ്ടായിരുന്നത് July 14 IPO പ്രൈസ് അന്നുണ്ടായിരുന്നത് 317. ലിസ്റ്റിംഗ് ഡേ അത് 404 രൂപയ്ക്കാണ് ലിസ്റ്റ് ചെയ്തത്. അതായത് 27% ഒരു നോർമലായിട്ടുള്ള ഒരു വളർച്ച ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 745 രൂപയാണ്. 135% ഒരു വളർച്ച നമുക്ക് ഈ സ്റ്റോക്കിലും കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ അടുത്ത സ്റ്റോക്ക് സൈയന്റ് DLM എന്ന് പറയുന്ന കമ്പനിയാണ്. ഇത് പ്രധാനമായിട്ടും ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സെഗ്മെന്റിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. അതായത് വലിയ കമ്പനികൾക്ക് അവരുടെ ഇലക്ട്രോണിക് പ്രൊഡക്റ്റുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു ബിസിനസ് ടു ബിസിനസ് കമ്പനിയാണ് സൈയന്റ് DLM. ഇവർ പ്രധാനമായും മത്സരിക്കുന്നത് ഡിക്സൺ ടെക്നോളജി പോലെയുള്ള കമ്പനികളുമായിട്ടാണ്. അപ്പോൾ അവരുടെ അതേ ബിസിനസ് മോഡലാണ് ഇവരുടേതും. അപ്പോൾ ഇതിൻ്റെ ലിസ്റ്റിംഗ് പ്രൈസ് നടന്നത് July 10 അതിൻ്റെ IPO പ്രൈസ് അന്ന് 265 രൂപയായിരുന്നു. ലിസ്റ്റിംഗ് ഡേ ലിസ്റ്റ് ചെയ്തത് 420 അതായത് 58% ഒരു ഗ്രോത്ത് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 615 രൂപയ്ക്കാണ്. അതായത് 132% ഒരു വൻ വളർച്ചയാണ് നമുക്ക് ആ സ്റ്റോക്കിലും കാണാൻ കഴിയുന്നത്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് വിഷ്ണു പ്രകാശ് ആർ പുംഗ്ലിയ എന്ന് പറയുന്ന, അതായത് ഈ ഒരു ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കമ്പനിയാണിത്. അതായത് 1986 മുതലേ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ഇത് പ്രധാനമായിട്ടും ഇവർക്ക് സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകളാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത്. അതായത് 9ഓളം സ്റ്റേറ്റുകളിൽ ഇവരുടെ സാന്നിധ്യമുണ്ട്. ഇതിൻ്റെ ലിസ്റ്റിംഗ് ഡേറ്റ് ഉണ്ടായിരുന്നത് September 5 അന്ന് അത് ലിസ്റ്റിംഗ് പ്രൈസ് വെറും 99 രൂപയായിരുന്നു. IPO പ്രൈസ് 99 ലിസ്റ്റിംഗ് ഡേ ലിസ്റ്റ് ചെയ്തത് 145 രൂപയ്ക്കായിരുന്നു. അതായത് 47% ഒരു ഗ്രോത്താണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 223 രൂപയ്ക്കാണ്. അതായത് 125% ഒരു ഗ്രോത്താണ് ഈ ബുൾ മാർക്കറ്റിൽ ആ സ്റ്റോക്കിന് ലഭിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് EMS ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് പ്രധാനമായിട്ടും ഈ ശുദ്ധജല വിതരണവുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ് പ്രൊജക്റ്റുകൾ, അതുപോലെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്, സീവേജ് വാട്ടർ ട്രീറ്റ്മെൻറ്റുകൾ, അങ്ങനെയുള്ള പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുന്ന ഒരു എൻജിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനിയാണിത്. ഈ കമ്പനി ലിസ്റ്റിംഗ് നടന്നത് September 21 IPO പ്രൈസ് 211 രൂപയായിരുന്നു. ലിസ്റ്റിംഗ് ഡേയിലുണ്ടായിരുന്ന പ്രൈസ് 279 അതായത് 32% ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 442, അതായത് 109% ഒരു വളർച്ച, നേരെ ഇരട്ടിയായിട്ട് നമുക്ക് ഈ സ്റ്റോക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ അടുത്ത സ്റ്റോക്ക് സിഗ്നേച്ചർ ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. ഈ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഈ കമ്പനിയാണ് നമ്മുടെ ഈ ടോപ്പ് 10 ലിസ്റ്റിലുള്ള മറ്റൊരു കമ്പനി. ഈ കമ്പനി ലിസ്റ്റിംഗ് ഡേറ്റ് September 27
IPO പ്രൈസ് 385 രൂപയായിരുന്നു. ലിസ്റ്റിംഗ് ഡേ പ്രൈസ് 455, അതായത് 19% ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നു. കറണ്ട് മാർക്കറ്റ് പ്രൈസ് 800 രൂപയാണ്, അതായത് 107% ഒരു നേരെ ഇരട്ടിയായിട്ടുള്ള ഒരു വർധനമാണ് നമുക്ക് ഈ സ്റ്റോക്കിലും കാണാൻ കഴിയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറയുന്ന കമ്പനിയാണ്. നമുക്കറിയാം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സ്മോൾ ഫിനാൻസ് ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണിത്. ഈ കമ്പനിയുടെ ലിസ്റ്റിംഗ് ഡേറ്റ് ജൂലൈ 21 ആയിരുന്നു. IPO പ്രൈസ് 25 രൂപ മാത്രമായിരുന്നു. എന്നാൽ ലിസ്റ്റിംഗ് ഡേയിൽ 47 രൂപയുടെ ഒരു വൻ ബമ്പർ ലിസ്റ്റിംഗ് ആയിരുന്നു നടന്നത്. 91% ഒരു ലിസ്റ്റിംഗ് ഗ്രോത്താണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് 51 രൂപയാണ്, അതായത് മൊത്തം നോക്കുകയാണെങ്കിൽ 106% ഗ്രോത്താണ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയുക. ഇനി അടുത്ത നമ്മുടെ ടോപ്പ് 10 സ്റ്റോക്കിൽ പെട്ടത് ഈ JSW ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ കമ്പനി പ്രത്യേകിച്ച് ഈ പോർട്ടിലെ കാർഗോ ഹാൻഡ്ലിങ്ങുമായി ബന്ധപ്പെട്ട ലോജിസ്റ്റിക് സർവീസുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിയാണ്. JSWയുടെ ഒരു സബ്സിഡിയറി കമ്പനിയാണിത്. ഇതിൻ്റെ ലിസ്റ്റിങ്ങും നടന്നത് ഒക്ടോബർ 3-നാണ്. IPO പ്രൈസ് 119 ആയിരുന്നു. ലിസ്റ്റിംഗ് ഡേ ഇത് ലിസ്റ്റ് ചെയ്തത് 157 രൂപയിലായിരുന്നു, അതായത് 32% ഒരു ഗ്രോത്താണ് അന്നുണ്ടായത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 238 രൂപയ്ക്കാണ്, അതായത് 100% ഒരു ഗ്രോത്താണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ പരാമർശിച്ച ഈ ടോപ്പ് 10 സ്റ്റോക്കുകളൊക്കെ ഞാനിവിടെ സെലക്ട് ചെയ്തതിൻ്റെ മാനദണ്ഡം അതിൻ്റെ IPO പ്രൈസിനേക്കാൾ എത്ര ശതമാനം ഗ്രോത്താണ് ഇപ്പോൾ ഉണ്ടായിട്ട്, അത് 100% മുകളിലുള്ള സ്റ്റോക്കുകൾ മാത്രമേ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളൂ. ഇത് കൂടാതെ 90% ഒക്കെ ഉണ്ടായ കുറേ സ്റ്റോക്കുകളുണ്ട്, ഞാനതിവിടെ പരാമർശിച്ചിട്ടില്ല. അപ്പം ഈ ഇത്തരത്തിലുള്ള ഈ ഹൈ ഗ്രോത്ത് നടന്ന ഈ സ്റ്റോക്കുകൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നത് വേറൊരു ചോദ്യമാണ്. കാരണം ഇതിപ്പോൾ ശക്തമായ ഒരു മുന്നേറ്റം ഈ ബുൾ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ വൻതോതിലുള്ള ഒരു ഹൈപ്പ് മൊത്തത്തിൽ മാർക്കറ്റിലുണ്ട്. അപ്പോൾ നമുക്ക് പാസ്റ്റ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ബമ്പർ ഹൈപ്പുകളൊക്കെ പിന്നീട് താഴോട്ട് വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു കൂൾ ഡൗൺ എന്തായാലും ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഈ ലെവലിൽ നിന്ന് ഇത് താഴോട്ടേക്ക് വന്നേ പറ്റൂ. അപ്പോൾ ആ ഒരു ലെവലിൽ ഈ സ്റ്റോക്കുകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഗുണകരം. പ്രത്യേകിച്ച് നമ്മൾ ഇതിൻ്റെ ക്വാർട്ടർലി റിസൾട്ടുകൾ അടുത്ത 2-3 ക്വാർട്ടറുകളിൽ ഇവർ ഈ പ്രതീക്ഷക്കനുസരിച്ചിട്ടുള്ള റിസൾട്ടുകൾ വന്നിട്ടില്ലെങ്കിൽ ഈ സ്റ്റോക്കുകളിൽ സ്വാഭാവികമായിട്ടും ഒരു തകർച്ച ഉണ്ടാവും. അപ്പോൾ അതുപോലെ ചെറിയ വിലയിൽ ട്രേഡ് ചെയ്ത പല സ്റ്റോക്കുകളും സ്വാഭാവികമായിട്ട് അതിൽ വൻതോതിൽ ഓപ്പറേറ്റർ ഗെയിമുകൾ ഉണ്ടാവും. അതൊക്കെ കൊണ്ട് ചിലപ്പോൾ താഴോട്ടേക്ക് വന്നേക്കാം. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾ മോശം പ്രകടനം കാഴ്ചവെച്ച സ്റ്റോക്കുകളിലേക്കാണ് പോകുന്നത്. മോശം പ്രകടനം എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അർത്ഥം ഈ സ്റ്റോക്ക് മോശം എന്നല്ല. കാരണം ഈ സ്റ്റോക്കുകൾ അത് ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ഗ്രോത്ത് IPOയിൽ നടന്നിട്ടില്ല. അത്തരം സ്റ്റോക്കുകളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിച്ചുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് IPO പ്രൈസിനേക്കാളും 5% താഴെ മാത്രം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകളാണ്. ചിലത് IPO പ്രൈസിനേക്കാളും താഴെ പോയിട്ടുണ്ട്, ചിലത് 5% വളർച്ച ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 5% വളർച്ച എന്ന് പറയുന്നത് ഒരു വളർച്ചയല്ല. കാരണം നമുക്കറിയാം അത് ഒരു ഈവൻ FD റിട്ടേൺ പോലും നൽകാത്ത ഒരു വളർച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്തരം സ്റ്റോക്കുകളെയാണ്, അതായത് ഒരു തണുപ്പം പ്രകടനം കാഴ്ചവെച്ച സ്റ്റോക്കുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഈ സ്റ്റോക്കുകൾ മോശമെന്നല്ല, ചിലപ്പോൾ അടുത്ത 2-3 ക്വാർട്ടറുകളിൽ ഇതിൻ്റെയൊക്കെ റിസൾട്ട് നല്ലതായി വന്നാൽ ചിലപ്പോൾ ഈ സ്റ്റോക്കുകളും ഈ മറ്റ് IPOകൾ പോലെ അടിച്ചു കയറാനുള്ള സാധ്യതയും ഉണ്ട്. നമുക്കിവിടെ ആദ്യം കാണുന്ന ഏറ്റവും മോശം പ്രകടനം ഈ 2023 കാഴ്ചവെച്ച കമ്പനി എന്ന് പറയുന്നത് IRM എനർജി എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ കമ്പനിയുടെ ബിസിനസ് എന്ന് വെച്ചാൽ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷനാണ്. അതായത് ഗ്യാസ് സിലിണ്ടേഴ്സ്, ലോക്കലായിട്ട് നാച്ചുറൽ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ നെറ്റ്വർക്ക് ആണ് ഇവർക്കുള്ളത്. ഇവരുടെ ഒരു ലിസ്റ്റിംഗ് നടന്നത് ഒക്ടോബർ 26-നാണ്. IPO പ്രൈസ് 505 രൂപയായിരുന്നു. നല്ല ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള IPO ആയിരുന്നു. ലിസ്റ്റിംഗ് ഡേ അതിൻ്റെ പ്രൈസ് 472 അതായത് IPO പ്രൈസിനേക്കാൾ താഴെയാണ് ലിസ്റ്റ് ചെയ്തത്. അതായത് -6% ഒരു ഡിപ്പാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. കൂടാതെ ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 461, അത് മൊത്തത്തിൽ 8% തകർച്ചയാണ് IPOനെക്കാട്ട് താഴെ ഇത് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ സ്റ്റോക്ക് ആണ് നമ്മളെ ഒന്നാമത്തെ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച സ്റ്റോക്ക്. ഇനി രണ്ടാമത്തെ സ്റ്റോക്ക് റേഡിയൻറ്റ് ക്യാഷ് മാനേജ്മെൻറ്റ് സർവീസ് എന്ന് പറയുന്ന കമ്പനിയാണ്.
ആക്ച്വലി ജനുവരിയിൽ വന്ന ആദ്യത്തെ IPO ഇവരുടേതായിരുന്നു. അതായത് 2023 ആദ്യം വന്ന IPO റേഡിയൻറ്റ് ക്യാഷ് മാനേജ്മെൻറ്റിൻ്റെ ആയിരുന്നു. ഇവർ പ്രധാനമായിട്ടും ചെയ്യുന്ന ബിസിനസ് എന്ന് പറയുന്നത് ക്യാഷ് ഹാൻഡ്ലിംഗ് ആണ്. പ്രത്യേകിച്ച് ഈ ബാങ്കുകൾക്ക് അല്ലെങ്കിൽ മറ്റ് കമേഴ്ഷ്യൽ സ്ഥാപനങ്ങൾക്ക് ആവശ്യമുള്ള ക്യാഷ്, അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, ഇപ്പോൾ ഇത് ATMലൊക്കെ പണം നിറക്കുന്ന പോലെയുള്ള പരിപാടികൾ, ഇതൊക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണ് റേഡിയൻറ്റ് ക്യാഷ് മാനേജ്മെൻറ്റ് സർവീസ് എന്ന് പറയുന്ന കമ്പനി. ഇതിൻ്റെ ലിസ്റ്റിംഗ് ഡേറ്റ് ജനുവരി 4 IPO പ്രൈസ് 94 രൂപ മാത്രമായിരുന്നു. ലിസ്റ്റിംഗ് ഡേയിൽ 11% ഗ്രോത്ത് ഉണ്ടായിരുന്നു. 104 രൂപയ്ക്കാണ് ലിസ്റ്റ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 89 രൂപക്കാണ്. അതായത് 5% ഒരു തകർച്ചയാണ് IPOനെക്കാട്ട് താഴെ നമുക്ക് ഇത് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കും നമ്മൾ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യേണ്ടതാണ്. ഇനി അടുത്തത് ബ്ലൂ ജെറ്റ് ഹെൽത്ത് കെയർ എന്ന് പറയുന്ന കമ്പനിയാണ്. ഹെൽത്ത് കെയർ ഫാർമ മേഖലയിലുള്ള ഒരു കമ്പനിയാണിത്. ഇവർ പ്രധാനമായിട്ടും ഇത് ഫസ്റ്റ് ഈ സ്വീറ്റ്നസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാക്കറിൻ പോലെയുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനിയുടെ ലിസ്റ്റിംഗ് ഡേറ്റ് നവംബർ 1 IPO പ്രൈസ് 346 രൂപയായിരുന്നു. എന്നാൽ ലിസ്റ്റിംഗ് ഡേയിൽ 14% ഒരു തണുപ്പും പ്രതികരണം ഉണ്ടായിരുന്നു. 395 ലിസ്റ്റ് ചെയ്തത്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് 341. അതായത് IPO പ്രൈസിനേക്കാളും 1% താഴെയാണ് ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത സ്റ്റോക്ക് അപ്ഡേറ്റഡ് സർവീസസ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. ഇത് പ്രത്യേകിച്ച് ഈ ബിസിനസ് കമ്പനികൾക്ക് FMCG ആയാലും ബാങ്കിങ്, ഫൈനാൻഷ്യൽ, ഇൻഷുറൻസ് ഇങ്ങനെയുള്ള കമ്പനികൾക്കൊക്കെ മാനേജ്മെൻറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. ഇവർക്ക് ഫെസിലിറ്റീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കമ്പനി അവർക്ക് റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ ഫെസിലിറ്റി, പ്രത്യേകിച്ച് ഹൗസ് കീപ്പിംഗ് സർവീസുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഇപ്പോൾ മാൻ പവർ സപ്ലൈ അങ്ങനെ പോലെയുള്ള എല്ലാ സർവീസുകളൊക്കെ ചെയ്യുന്ന കമ്പനിയാണ് അപ്ഡേറ്റഡ് സർവീസസ് എന്ന് പറയുന്ന കമ്പനി. ഇതിൻ്റെ ലിസ്റ്റിംഗ് ഡേറ്റ് നടന്നത് ഒക്ടോബർ 4 ലിസ്റ്റിംഗ് നടന്നത്. IPOൻ്റെ അന്നത്തെ പ്രൈസ് 300 രൂപയായിരുന്നു. അന്ന് ലിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ 5% താഴെയാണ് ലിസ്റ്റ് ചെയ്തത്. 283 രൂപക്കാണ് ലിസ്റ്റ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 302. അതായത് 0.73 ഒരു വളർച്ച. അതായത് IPO പ്രൈസിന് അതേ വിലയിലാണ് ഇപ്പോഴും ഈ സ്റ്റോക്ക് ഉള്ളത് എന്നർത്ഥം. അടുത്ത സ്റ്റോക്ക് ആസ്ക് ഓട്ടോമോട്ടീവ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇത് പ്രധാനമായിട്ടും 2 വീലേഴ്സിൻ്റെ ബ്രേക്ക് സിസ്റ്റം ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഈ കമ്പനി നവംബർ 15 IPOയുമായി ലിസ്റ്റ് ചെയ്തത്. അന്ന് 282 രൂപയ്ക്കായിരുന്നു ഇവരുടെ ഇഷ്യൂ പ്രൈസ് എങ്കിലും ലിസ്റ്റ് ചെയ്തത് 310 രൂപ. 10% ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 290 അതായത് ഇപ്പോൾ IPO പ്രൈസിന് ഏകദേശം അടുത്ത് തന്നെയാണ്. 2% ഒരു നേരിയ ഒരു വർധനവ് മാത്രമേ നമുക്ക് ഈ സ്റ്റോക്കിലും കാണാൻ കഴിയുന്നുള്ളൂ. ഇനി അടുത്തത് ഏറ്റവും വലിയ മോശമല്ലാത്ത എങ്കിലും ഒരു തണുപ്പം പ്രതികരണം കിട്ടിയ ഒരു IPO ആയിരുന്നു ഫെഡ് ബാങ്ക് ഫൈനാൻഷ്യൽ സർവീസസിൻ്റേത്. ഫെഡറൽ ബാങ്കിൻ്റെ ഒരു സബ്സിഡിയറിയാണ് ഇത്. ഫെഡറൽ ബാങ്കിൻ്റെ ഈ ഒരു സബ്സിഡിയറി കമ്പനി ഗോൾഡ് ലോണ്, ഹോം ലോണ്, ലോൺ അഗൈൻസ്റ്റ് പ്രോപ്പർട്ടി ഇങ്ങനെയുള്ള ബിസിനസ് ലോണിന് വേണ്ടി ലോണുകൾക്ക് മാത്രമായിട്ടുള്ള ഒരു കമ്പനിയാണ് ഫെഡ് ബാങ്ക് ഫൈനാൻഷ്യൽ സർവീസസ്. ഇവരുടെ ഈ കഴിഞ്ഞ നവംബർ 30 നമ്മളെ ടാറ്റ ടെക്നോളജിയുടെ കൂടെയാണ് ഇതിൻ്റെയും ലിസ്റ്റിംഗ് നടന്നത്. IPO പ്രൈസ് 140 രൂപയായിരുന്നു. ലിസ്റ്റിംഗ് ഡേ 140 തന്നെയാണ്. അതായത് ഒരു പ്രതികരണവും ഇല്ലാതെ അതേ വിലയിലാണ് ലിസ്റ്റിംഗ് നടന്നത്. ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 146. 4% നേരിയൊരു വർധനവ് ഇപ്പോൾ നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ പരാമർശിച്ച ഈ സ്റ്റോക്കുകൾ, ഇതിൽ പ്രത്യേകിച്ച് ഈ മോശം പ്രകടനം കാഴ്ചവെച്ച സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് അവരുടെ അടുത്ത 3 ക്വാർട്ടറിലുള്ള റിസൾട്ടുകൾ കൂടി നമ്മൾ പരിശോധിക്കണം. അത് നല്ല ഗ്രോത്ത് ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ സ്റ്റോക്കുകളിലായിരിക്കും അടുത്ത ഒരു റാലി ചിലപ്പോൾ നടക്കാൻ സാധ്യത. അപ്പോൾ അതുകൊണ്ട് നമ്മൾ IPOയുടെ സ്റ്റോക്കുകളെ അതിനൊരു കൂൾ ഡൗൺ ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കണമെന്നാണ് ബേസിക്കലായി പറയാനുള്ളത്. ഒരു 6 മാസമെങ്കിലും അതിൻ്റെ ഒരു ഗ്രോത്ത് നിരീക്ഷിച്ചതിന് ശേഷം മാത്രം അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഇതൊക്കെയാണ് IPOയുള്ള എൻ്റെ വ്യൂ. അതിൻ്റെ അർത്ഥം എല്ലാവരും അങ്ങനെയാണ് ചിന്തിക്കണമെന്നില്ല. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.